ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ദിവസത്തെ ഒരു കുട്ടി വ്ലോഗാണ്. പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോകാനായിട്ടുള്ള നിപ്പാണ്. പാതിര കുർബാനയ്ക്ക് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലത്തെ കുർബാനയ്ക്ക് പോകാമെന്ന് കരുതി നിൽക്കുമായിരുന്നേ. അങ്ങനെ ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചേട്ടായും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന്. അപ്പോൾ ഇന്ന് രണ്ടുപേരും വയലറ്റ് കളർ കോംബോ ഒക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ നേരെ നമ്മളൊരു 6:45 ആയപ്പോഴത്തേക്ക് പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങുവാണ്. രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് മടിയൊക്കെ ആണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കിട്ടിയാൽ പിന്നെ കാര്യങ്ങളൊക്കെ ചടപടയെന്നാണ്. രാവിലെ ഇങ്ങനെ പോകുമ്പോൾ വലിയ ചൂടൊന്നും ഇല്ല. കുറച്ചങ്ങ് കഴിയുമ്പോൾ എൻ്റെ പൊന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ആലപ്പുഴയിലെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ അവിടേക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. പള്ളിക്കകത്തല്ല, പാരിഷ് ഹോളിലാണ് നമുക്ക് കുർബാന. കാര്യം പള്ളിക്കകത്ത് പണി നടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഉയർപ്പ് രൂപം മുത്താനുള്ള തിരക്കായിരുന്നേ. രൂപം മുത്തി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും പുത്തൻവെള്ളം ടാങ്കിൽ വെഞ്ചരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ കൊണ്ടുവരാനുള്ള കുപ്പി ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ ഗ്ലാസ് കുടിച്ചിട്ടൊക്കെയാണ് നേരെ വീട്ടിലേക്ക് പോകുന്നത്. വന്ന് കയറിയ പാടെ തന്നെ നേരെ അടുക്കളയിൽ പോയി നോക്കി. അപ്പോഴത്തേക്കും ചിക്കൻ സ്റ്റൂ ഒക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചറൊട്ടിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് അച്ചാറിടാനുള്ള മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിലാണെങ്കിൽ ബീഫ് ഇവിടെ വേവിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയം കൊണ്ട് നമ്മളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല പച്ചറൊട്ടിയും ചിക്കൻ സ്റ്റൂവും കൂടെ കട്ടൻ ചായയും കൂടെ ഉണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ബീഫ് സ്റ്റൂ ആണ് ഒന്നുകൂടെ ഇഷ്ടം. പക്ഷേ ഇതും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരുമായിട്ടിരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. മെയിൻ കുക്ക് അമ്മ തന്നെയാണ്. ഞാനൊരു ഹെൽപ്പറിനെ പോലെ തൊട്ടും പിടിച്ചൊക്കെ അരികിൽ നിൽക്കുന്നതേ ഉള്ളേ. കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് കൊടുത്ത് ക്യാബേജ് തോരനുള്ള ക്യാബേജൊക്കെ അരിഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ നിന്ന്. അപ്പോൾ രാവിലെ ഈസ്റ്റർ ഇവിടെയും, ഉച്ചയ്ക്ക് ഈസ്റ്റർ ചേട്ടയുടെ വീട്ടിലുമാണ്. അപ്പോൾ അതിന് മുന്നേ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പോകാമെന്ന് കരുതി നിൽക്കുമായിരുന്നേ. പിന്നെ അരിയലും പിടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് തുണി കഴുകാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കൊണ്ടുവന്ന് വിരിച്ച് ടെറസിൻ്റെ മുകളിലാണ് സാധാരണ വിരിക്കുന്നത്. പക്ഷേ വെയിൽ കാരണം അതിൻ്റെ പുറത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റെയറിൻ്റെ താഴെയുള്ള അഴയിൽ തന്നെ എല്ലാം വിരിച്ചൊക്കെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ റെഡി ആയിട്ടൊരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അപ്പായാണെങ്കിൽ പാചകത്തിലാണ്. ചിക്കനൊക്കെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുവാണ്. ചിക്കൻ കറി വറുത്ത് വെക്കാനുള്ള പരിപാടിയിലാണ്. കാര്യം ഇവിടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും. അപ്പോൾ റൈസ് അമ്മയും ചിക്കൻ കറി അപ്പായുമാണ് വെക്കുന്നത്. അപ്പോൾ അകത്തേക്ക് വന്നപ്പോഴാണെങ്കിൽ അമ്മ റൈസൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അയ്യോ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലേ എന്നും പറഞ്ഞ് നിന്നപ്പോഴാണ് ഒരു സാലഡിൻ്റെ ഗ്യാപ്പ് കിട്ടിയത്. അങ്ങനെ നേരെ അടുക്കളയിൽ പോയിട്ട് സാലഡ് അങ്ങ് ഉണ്ടാക്കിയേ. അപ്പോൾ ഞാനും ചേട്ടായി എക്സ്ട്രാ ഒരു ബനിയനും ടോപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറിയത്. അപ്പോൾ ടെസ്റ്റർ കണ്ടപ്പം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമല്ല, സാലഡിൻ്റെ ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കി അപ്രൂവലൊക്കെ കിട്ടിയപ്പോഴത്തേക്കും എനിക്കും സന്തോഷമായി. എന്തെങ്കിലും ഒന്നും ചെയ്യാതെ ഫുഡ് കഴിക്കാനിരിക്കുമ്പം ഒരു മനസ്സിനൊരു എന്തോ പോലെയൊക്കെയാണ്. ഇത് ചേട്ടയുടെ ഏറ്റവും ഇളയ അനിയനാണ്. ആടിനെ പേടിയാണെങ്കിലും ഇപ്പോൾ ചേട്ടയുടെ വീട്ടിൽ എപ്പോൾ വന്നാലും ഈ ആട്ടുംകൂടിൻ്റെ അവിടെ ഒന്നും നോക്കാതെ പോകത്തില്ലേ. ഞാൻ ക്യാമറയും കൊണ്ട് ചെന്നപ്പം നീ ഏതാടി എന്നുള്ള മട്ടിൽ ആടെല്ലാം കൂടെ എന്നെ നോക്കുന്നുണ്ട്. കുത്ത് മേടിക്കണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ കയറിപ്പോന്നേ. അകത്തോട്ട് വന്നപ്പോൾ ഈ തുടയ്ക്കുന്ന ഐറ്റം കണ്ടതിൻ്റെ ഒരു ആവേശത്തിൽ ചേട്ടയാണെങ്കിൽ ഹോളും മുറികളും എല്ലാം ഭയങ്കര തൂപ്പും തുടയൊക്കെ. എന്നാൽ പിന്നെ നടക്കട്ടെ എന്ന് ഞാൻ കരുതി. ആമ്പിള്ളേർ ഇത് ചെയ്തെന്ന് വെച്ച് വാച്ചൊന്നും ഊരിപ്പോത്തില്ലല്ലോ. പിന്നെ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരുമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച്. ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും ആരും അതിലിരിക്കത്തില്ല. എല്ലാവരുമായിട്ട് താഴെ ഇരുന്നാണ് കഴിച്ചത്. നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നേ. ഫുഡൊക്കെ കഴിച്ച് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. നേരെ ആലപ്പുഴ പങ്കജ് തിയേറ്ററിലേക്കാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഴ സിനിമ കാണാനായിട്ട് പോവുകയാണ്. രാവിലെ നോക്കിയപ്പോഴത്തേക്കും എന്തോ ഭാഗ്യത്തിന് ടിക്കറ്റ് കിട്ടി. അങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്നതാണ്. പങ്കജിൽ അങ്ങനെ അധികം വരാറില്ല. ടിക്കറ്റ് ഇപ്പം കിട്ടാൻ പാടാണല്ലോ. അങ്ങനെ ഇവിടെ കിട്ടിയപ്പോൾ പോകുന്നതാണ്. നല്ല സിനിമയാണ്. കാണാത്തവരാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. നമുക്ക് ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് സിബ്ലിങ്സ് ഒക്കെ ഉള്ളവർക്ക്. പിന്നെ ഇൻ്റർവെല്ലിന് ഈ ഒരു ടപ്പിയോക്ക ചിപ്സും കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് ഇത്ര ഇരുന്ന് കരയുന്നത്. കാര്യം എനിക്ക് അത്രയും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട്. കാണാത്തവർ പോയി കാണണേ. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. നേരെ ടെറസിൻ്റെ മണ്ടയ്ക്ക് പോയി പുതിയ ഉടുപ്പൊക്കെ ഇട്ട സ്ഥിതിക്ക് 2-3 ഫോട്ടോസൊക്കെ എടുക്കണ്ടേ, അതിനുവേണ്ടി കയറി വന്നതാണ്. അങ്ങനെ ഇത്തവണത്തെ ഈസ്റ്റർ ഞങ്ങളുടെ 2 പേരുടെയും വീട്ടുകാരുടെ കൂടെ അങ്ങ് സിമ്പിളായിട്ട് കടന്നുപോയി. അടുത്ത ഈസ്റ്റർ നമ്മുടെ സ്വന്തം വീട്ടിൽ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഞങ്ങൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.